ശ്രീകാന്ത്, മതപരിവർത്തന കേന്ദ്രത്തിലെത്തി വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ ശ്രീകാന്തിന് അനുഭവങ്ങൾ പങ്കുവെക്കാനാകും. ഈ പ്രദേശത്തുള്ളവർക്ക് ഇതേപ്പറ്റി, ഇങ്ങനെയൊരു മതപരിവർത്തന കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിവില്ലായിരുന്നോ, അതോ തികച്ചും രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരുന്നോ ഇതിൻ്റെ പ്രവർത്തനം? യോഗി ആദിത്യനാഥിൻ്റെ യു.പിയിൽ ഒരു നിർബന്ധിത മതപരിവർത്തന കേന്ദ്രം നടത്താനുള്ള പിന്തുണ ജലാലുദ്ദീന് ആര് നൽകി? ശ്രീകാന്ത്. അനിൽ നമ്പ്യാർ, ഈ വാർത്ത നേരത്തെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ഈ വാർത്ത സ്വാഭാവികമായും ഈ മതപരിവർത്തനം, ലവ് ജിഹാദ്, ആസൂത്രിത മതപരിവർത്തനം, പ്രണയ ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരു നെഗറ്റീവായ രീതിയിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതിനാൽ തന്നെയാണ് നമ്മൾ അത് ഡൽഹിയിലിരുന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ തീരുമാനമെടുക്കുകയും 17-ാം തീയതി നമ്മൾ ഇയാളുടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഞാനും ക്യാമറമാൻ കൃഷ്ണകുമാറുമാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. പോകുമ്പോൾ തന്നെ നമ്മൾ ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. അത് ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലുള്ള ചില ആളുകളുമായാണ് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് ആ പ്രദേശം പോകാൻ അത്ര സുരക്ഷിതമല്ല എന്ന മറുപടിയാണ് നമുക്ക് കിട്ടിയത്. പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ ഒരു പക്ഷേ അവിടെ പകർത്താൻ കഴിഞ്ഞേക്കും. തിരികെ വരുമ്പോഴും മറ്റും നിങ്ങൾ ചേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് എങ്കിലും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. 17-ാം തീയതി ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. അവിടെ എത്തി. ആ പ്രദേശത്തേക്ക്, മധുപ്പൂരിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുൻപ് തന്നെ, അത് ബൽറാംപൂർ ജില്ലയിലെ ഉത്രോള എന്ന് പറയുന്ന സ്ഥലത്ത് മധുപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജാണത്. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെ ആ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് പോയത്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അതിൻ്റെ അവിടുത്തെ ഒരു നേച്ചർ മനസ്സിലായിരുന്നു. മുൻപിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മധുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രം പോലീസ് വിന്യാസമുണ്ട്. അതോടൊപ്പം CRPF-നെയും വിന്യസിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സുരക്ഷിതരാണ് എന്ന് ബോധ്യപ്പെട്ടു. വാഹനം അവിടെ ഇട്ടു. അവരുമായി സംസാരിച്ചു. കേരളത്തിൽ നിന്ന് വരുന്ന ചാനലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണെന്ന് അറിയിച്ചു. റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പോവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ അനിൽ നമ്പ്യാർ ചോദിച്ചതുപോലെ ഞങ്ങൾ അവിടെ കണ്ട ഒരു കാഴ്ച, യോഗി ആദിത്യനാഥിൻ്റെ ഭരണകൂടം ഈ അനധികൃത മതപരിവർത്തന കേന്ദ്രം, 40 കോടിയുടെ സൗധം, അത് തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഒരു തരത്തിലും അതിനോട് ക്ഷമ എന്നൊരു കാര്യം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കർശനമായ നടപടിയെടുത്തു. പിന്നീട് ഞങ്ങളിത് അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഞങ്ങളവിടെ 1-2 ഇരകളെ കണ്ടിരുന്നു. പക്ഷേ അവരാരും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ആ പ്രദേശം അങ്ങനെയാണ് അനിൽ നമ്പ്യാർ. അവിടെ അവരെല്ലാവരും തന്നെ ഭീതിയിലാണ്. അത് അയാളുടെ ഒരു രാക്ഷസൻ കോട്ടയാണ് ഈ മധുപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് കടന്നു കയറിയാൽ നമ്മൾ സദാ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് തിരികെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്ന് ആ രാക്ഷസൻ കോട്ടയിൽ അടച്ച് അവിടെ മതപരിവർത്തനം നടത്തുകയായിരുന്നു എന്നുള്ളത് ആ പ്രദേശവാസികൾക്കൊക്കെ തന്നെ അറിയാം. അയാളുടെ ചെയ്തികൾക്ക് പിന്തുണ നൽകുന്ന ആളുകളായിരുന്നു അവിടെ കൂടുതലും എന്നുള്ളതാണ് അയാൾക്ക് ഏറ്റവും വലിയ ഗുണകരമായി മാറിയത്. ആ കെട്ടിടം ഒന്ന് കാണണം. 40 കോടിയുടെ ഒരു മാൻഷനാണത്. അത് ഒട്ടനവധി ആളുകൾക്ക് താമസിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത്, അങ്ങനെ നിരവധി സ്ഥലം. അതിന് തൊട്ടപ്പുറത്തൊരു മദ്രസയുണ്ട്, ഒരു പള്ളിയുണ്ട്. അത് അയാളുടെ ഒരു രാക്ഷസൻ കോട്ട പോലെയാണ് അയാൾ കൊണ്ടു നടന്നത്. ഇനി അതിൻ്റെ മതിൽ, അനിൽ നമ്പ്യാർ ചോദിച്ചു ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നത് ജനങ്ങൾ അറിയില്ലേ എന്ന്. അതിൻ്റെ ഒരു മതിൽ തന്നെ കാണണം. ഒരു 3 ആൾ പൊക്കത്തിലൊരു മതിൽ കെട്ടി അതിന് മുന്നിൽ ഈ മിലിറ്ററി കോമ്പൗണ്ടുകളിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള കമ്പികൾ കെട്ടി അത് സംരക്ഷിച്ചുകൊണ്ടാണിരുന്നത്. അതിന് പരിപൂർണമായും സുരക്ഷ നൽകാൻ അയാളുടെ തന്നെ സ്വന്തം സുരക്ഷാ സേന പോലെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. 500 കോടി രൂപ പാകിസ്ഥാനിൽ നിന്നടക്കം ഇയാൾക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 22 ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവരെ പരിശോധിച്ചതിൽ 60 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതും. NIA, ED, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ, ഉത്തർപ്രദേശ് ATS എന്നിവർ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. 1000 യുവാക്കളെ ഇയാൾ സജ്ജീകരിച്ച് നിർത്തിയിരുന്നു ഈ പ്രണയം നടിച്ചുള്ള
നിർബന്ധിത മതപരിവർത്തനത്തിന് എന്നാണ് അവിടെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് സഹായിയായി ഉണ്ടായിരുന്നത് ജമാലുദ്ദീൻ എന്ന ഇയാളുടെ മകനാണ്. ഒപ്പം തന്നെ നീതു എന്നു പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി നസറീനാക്കിയും ഇയാൾ ഒപ്പം നിർത്തിയിരുന്നു. അതിൽ ചില പെൺകുട്ടികളെ ദുബായിലേക്ക് കടത്തിയിരുന്നു എന്നുള്ള കാര്യവും നീതു മലയാളിയാണോ? നീതുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ മലയാളി ലുക്കുണ്ട്. മലയാളിയാണോ ഇനി? മലയാളി അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. നീതു എന്ന നസ്രീൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. മലയാളിയാണ് എന്നൊരു വിവരമല്ല നമുക്ക് പോലീസിൽ നിന്നും കിട്ടിയത്. കാരണം ഈ കേസ് കുറച്ച് സെൻസിറ്റീവ് കേസാണ്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പോലീസും തയ്യാറല്ല, EDയും അതോടൊപ്പം തന്നെ NIAയിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പോലീസിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് അവിടുത്തെ ബൽറാംപൂരിൽ നിന്നും നമ്മൾ അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. അവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് മലയാളി അല്ല എന്ന തരത്തിലുള്ള വിവരമാണ് കിട്ടിയത്. അത് പോലീസ് പരമാവധി വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനും അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനിൽ നമ്പ്യാർ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ മതം മാറ്റി എന്നുള്ളതാണ് ഇയാൾ ഇവിടെ വെച്ച്. വിധവകളായിട്ടുള്ളവരെ കണ്ടെത്തും. ഇയാളുടെ ഒരു രീതി ഇങ്ങനെയായിരുന്നു: വിധവകളായ ആളുകളെ കണ്ടെത്തുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുക, കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകളെ കണ്ടെത്തുക, അവരെ ഈ ചെറുപ്പക്കാരെ ഇറക്കി പ്രണയിപ്പിക്കുക, ആ പ്രണയത്തിൽ അകപ്പെടുത്തി നേരെ ഈ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ജാതി തിരിച്ചായിരുന്നു ഈ മതപരിവർത്തനം നടത്തുന്നതിന്, പെൺകുട്ടികളെ കൊണ്ടുകൊടുക്കുന്നതിന് പണം നൽകിയിരുന്നത്. ബ്രാഹ്മൺ യുവതിക്ക് ഇത്ര, ക്ഷത്രിയ യുവതിക്ക് ഇത്ര, അങ്ങനെ ആ പ്രദേശത്തെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തുക നിശ്ചയിച്ച് നൽകിയിരുന്നത്. പിന്നാക്കക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് തീരെ കുറവ് തുക എന്ന രീതിയിലാണ് നൽകിയിരുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അത് യോഗിയുടെ ഉത്തർപ്രദേശിലായതുകൊണ്ട് മാത്രമാണ് കർശന നടപടിയെടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു കാര്യം പറയേണ്ടത്, അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മധുപ്പൂർ ആ ഗ്രാമത്തിൻ്റെ അതിർത്തി കഴിയും വരെ ഞങ്ങളെ പിന്തുടർന്ന് ചില മോട്ടോർ ബൈക്കുകളിൽ ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതും ഇതോടൊപ്പം പറയേണ്ടതാണ്. ഒരു തവണ കൂടി അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വാഭാവികമായും അവർ നോട്ട് ചെയ്യപ്പെടും. നമ്മളുടെ ഫോട്ടോ അവരെടുത്തിട്ടുണ്ട്, നമ്മുടെ ദൃശ്യങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അവരുടെ ആളുകൾ നമ്മളെ മധുപ്പൂർ ഗ്രാമത്തിൻ്റെ അതിർത്തി വരെയും നമ്മളെ പിന്തുടർന്ന് വരികയും ചെയ്തു. വളരെ റിസ്ക് എടുത്താണ് ആ പ്രദേശത്ത് പോയത്. ആ മധുപ്പൂരിൽ ഇയാളുടെ വീടിന് സമീപത്ത് മാത്രമാണ് പോലീസിൻ്റെ ബന്ധൗസ് ഉള്ളതും CRPF വിന്യസിച്ചിട്ടുള്ളതും.